കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനകളിലേക്കാണ് നമ്മളൊരു വിഹക വീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഏകാന്ത പ്രാർത്ഥനകൾ, അതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രേഖപ്പെടുത്തിയിരിക്കുന്ന 25 പ്രാർത്ഥനകൾ, അതോടൊപ്പം തന്നെ വലിയൊരു പ്രാർത്ഥന വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന യേശുക്രിസ്തുവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയാണ്. അത് നമ്മൾ പഠിക്കേണ്ടത് വേർഡ് ബൈ വേർഡായിട്ട് പഠിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ് യേശുക്രിസ്തുവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥന. മറ്റ് പ്രാർത്ഥനകളെല്ലാം ഒരു കോണ്ടസ്റ്റിലാണ് നമ്മൾ പഠിക്കേണ്ടത്. 25 പ്രാർത്ഥനയാണെങ്കിലും ഏകാന്ത പ്രാർത്ഥനകളാണെങ്കിലും അതിൻ്റെ കോണ്ടസ്റ്റാണ് പഠിക്കേണ്ടത്. അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പ്രാർത്ഥനയുടെ വാചകങ്ങളോ ഒന്നുമല്ല, അതിൻ്റെ പശ്ചാത്തലമാണ് ഇമ്പോർട്ടൻ്റ്. പക്ഷേ യേശുക്രിസ്തുവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥന യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വളരെ വിശദമായ ഒരു വലിയ പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന ദൈവമക്കൾ പഠിക്കുമ്പോൾ അതിന് വേർഡ് ബൈ വേർഡായിട്ടാണ് അത് പഠിക്കേണ്ടത്. ഓരോ വേർഡുകളും എടുത്ത് ആ ടെർമിനോളജികൾ എടുത്ത് അതിൻ്റെ ഇമ്പോർട്ടൻസുകൾ എടുത്തിട്ടാണ് ആ പ്രാർത്ഥന പ്രാർത്ഥിക്കേണ്ടത്. ആ പ്രാർത്ഥന ഞാൻ പഠിച്ചപ്പോൾ ഞാൻ തന്നെ ഭയപ്പെട്ടു പോയി. കാരണം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ആത്മാവിലുള്ള ഒരു പ്രാർത്ഥനയാണത്. അത് ജ്ഞാനത്തിലോ അറിവിലോ ഉള്ളൊരു പ്രാർത്ഥനയല്ല, തികച്ചും ആത്മപൂരിതമായ ആത്മനിറവിലുള്ള ഒരു പ്രാർത്ഥനയാണ്. ത്രിയേക ദൈവത്തിൻ്റെ ഭാഗമായി നിന്നുകൊണ്ടുള്ള ഒരു പ്രാർത്ഥനയാണത്. എക്കാദ് എന്ന് പറയും. എക്കാദ് എന്ന് പറഞ്ഞാൽ യൂണിപ്ലൂറാലിറ്റി. ആ യൂണിപ്ലൂറാലിറ്റിയുടെ ഇമ്പോർട്ടൻസ് വ്യക്തമാക്കുന്ന ഒരു പ്രാർത്ഥനയാണ് മഹാപുരോഹിത പ്രാർത്ഥന. ഈ പ്രാർത്ഥന ഈ പ്രാർത്ഥനകളിൽ അത് പറഞ്ഞു പോവുകയാണ്. പിന്നീട് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ നമുക്കൊരു 4 ക്ലാസ്സിന് സമയം കിട്ടുകയാണെങ്കിൽ അതിൻ്റെ അകത്തെ വേർഡുകൾ, അതിൻ്റെ അകത്തെ ടെർമിനോളജികൾ അതെത്രമാത്രം ഇമ്പോർട്ടൻസ് ആണ് എന്ന് നമുക്കൊരു ദിവസം പഠിക്കാമെന്ന് ഞാൻ കരുതുകയാണ്. ഞാൻ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 25 പ്രാർത്ഥനകളിൽ കഴിഞ്ഞ ആഴ്ചയിൽ 20 പ്രാർത്ഥനകൾ പറഞ്ഞിരുന്നു. 20 പ്രാർത്ഥനകൾ എണ്ണി പറഞ്ഞിരുന്നു. അതിൻ്റെ നോട്ട് ഞാൻ അയച്ചിട്ടുണ്ട്, ഗ്രൂപ്പിലിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആ നോട്ട് നോക്കാം, ഉപകാരപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് നോക്കി ഡൗൺലോഡ് ചെയ്തെടുത്ത് ഓരോ റെഫറൻസുകൾ നോക്കി ആ പ്രാർത്ഥനകളൊന്ന് ഓരോ വാക്യങ്ങളും ഒന്ന് വായിക്കുന്നത് നല്ലതായിരിക്കും. അത് പഠനത്തിനും ആത്മീക ജീവിതത്തിലുമൊക്കെ അത് വളരെ ഉപകാരപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനകളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനകളിൽ 20-ാമത്തെ പ്രാർത്ഥന തൊട്ട് 25 വരെയുള്ള പ്രാർത്ഥന വളരെ 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 പ്രാധാന്യമർഹിക്കുന്ന പ്രാർത്ഥനകളാണ്. ആദ്യത്തെ 20-ാമത്തെ പ്രാർത്ഥന നോട്ട് നോക്കി. അതിന് 20-ാമത്തെ പ്രാർത്ഥന ഗത്സമനെ പ്രയറാണ്. ഗത്സമനയിലുള്ള പ്രാർത്ഥന 3 പ്രാർത്ഥനകളാണ്. നമ്മൾ ഒന്നായിട്ടാണ് പഠിക്കുന്നതെങ്കിൽ പോലും ഗത്സമനയിൽ 3 പ്രാർത്ഥനകളുണ്ട്. അത് രേഖപ്പെടുത്തിയിരിക്കുന്നത് 3 റെഫറൻസിലാണ്. നോട്ടിൽ അത് എഴുതിയിട്ടുണ്ട്. മത്തായി സുവിശേഷം 26-ാം അധ്യായം 36 മുതൽ 46 വരെയുള്ള വാക്യങ്ങളും, ലൂക്കോസിൻ്റെ സുവിശേഷം 22-ാം അധ്യായം 39 മുതൽ 46 വരെയുള്ള വാക്യങ്ങളിലും, മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായം 32 മുതൽ 42 വരെയുള്ള വാക്യങ്ങളിൽ 3 റെഫറൻസുകളിലായി 3 സുവിശേഷങ്ങളിലായി ആ പ്രാർത്ഥന വളരെ വിശദമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മത്തായി സുവിശേഷം 26-ാം അധ്യായം 36 മുതൽ 46 വരെയുള്ള 10 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഈ 3 പ്രാർത്ഥനകൾ വേർതിരിച്ചെഴുതിയിട്ടുണ്ട്. 3 പ്രാർത്ഥനകൾ വേർതിരിച്ചെഴുതിയിരിക്കുന്നു. വേദപുസ്തകത്തിലേക്ക് നോക്കുക. അപ്പം ഞാൻ പറയാം. 1 മുതൽ 41 വരെയുള്ള വാക്യങ്ങളാണ് ഒന്നാമത്തെ പ്രാർത്ഥന. 1 മുതൽ 41 വരെയുള്ള ഒന്നാമത്തെ പ്രാർത്ഥന. അവിടെ പ്രാർത്ഥന രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രാർത്ഥന രേഖപ്പെടുത്തിയിരിക്കുന്നത് 38-ാമത്തെ വാക്യത്തിലാണ്. എൻ്റെ ഉള്ളം മരണവേദന പോലെ അതിദുഃഖിതമായിരിക്കുന്നു, ഇവിടെ താമസിച്ച് എന്നോടുകൂടെ ഉണർന്നിരിപ്പീൻ എന്ന് അവരോട് പറഞ്ഞു. 39-ാം വാക്യം. പിന്നെ അവൻ അല്പം മുമ്പോട്ട് ചെന്ന് കവിണ്ണു വീണു, പിതാവേ, കഴിയും എങ്കിൽ ഈ പാനപാത്രം എങ്കിൽ നിന്ന് നീങ്ങിപ്പോകണമേ, എങ്കിലും ഞാൻ ഇച്ഛിക്കും പോലെയല്ല നീ ഇച്ഛിക്കും പോലെ ആകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അവിടെ ആ പ്രാർത്ഥന രേഖപ്പെടുത്തിയിരിക്കുകയാണ്. എന്നിട്ട് ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചതിന് ശേഷം യേശുക്രിസ്തു തിരികെ ശിഷ്യന്മാരുടെ അടുക്കൽ വരുന്നു. അവർ ഉറങ്ങുന്നത് കണ്ടു.
പത്രോസിനോട്, എന്നോടുകൂടി ഒരു നാഴിക പോലും ഉണർന്നിരിപ്പാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ലയോ? പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പീൻ. ആത്മാവ് ഒരുക്കമുള്ളത് ജഡമോ ബലഹീനമത്രേ എന്ന് പറഞ്ഞു. 42 വാക്യം നോക്കിക്കേ. രണ്ടാമതും പോയി, അല്ലേ? അങ്ങനെ എഴുതിയിട്ടുണ്ട്. രണ്ടാമതും പോയി. പിതാവേ, ഞാൻ കുടിക്കാതെ അത് നീങ്ങിക്കൂടായെങ്കിൽ നിൻ്റെ ഇഷ്ടമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. 44 വാക്യം നോക്കിക്കേ. 44. അവരെ വിട്ട് മൂന്നാമതും പോയി. കണ്ടോ? മൂന്നാമതും പോയി. അപ്പോൾ 3 prayers recorded there. 3 പ്രാർത്ഥനകൾ അവിടെ എഴുതിയിരിക്കുന്നു. ആ പ്രാർത്ഥന മൗണ്ട് ഓഫ് ഒലിവ്സ് എന്നാണ്. പല 3 സുവിശേഷങ്ങളിൽ 3 തരത്തിലാണ് അത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതിൻ്റെ ഡിഫറൻസുകൾ പഠിക്കുന്നതിന് വേണ്ടി പറയാം. മത്തായി സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിലും ഗത്സമന എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. ഗത്സമന. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒലിവ് മല എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കെപ്പോസ് എന്ന് പറഞ്ഞാൽ തോട്ടം എന്ന് മാത്രമേ ഉള്ളൂ. തോട്ടം. കെപ്പോസ് എന്ന വാക്കാണ്. കെപ്പോസ് എന്ന വാക്ക് ഇലകളില്ലാത്ത വൃക്ഷം നിൽക്കുന്ന തോട്ടം എന്നാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. അല്ലാത്തതിന് സാഗസ് എന്നാണ് പറയുന്നത്. ഒലിവ് തോട്ടമാണ്, ഒലിവ് മലയാണെന്ന് പറഞ്ഞാൽ ഒലിവ് തോട്ടമാണ്. അപ്പോൾ മത്തായി സുവിശേഷത്തിൽ മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഗത്സമന, ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ ഒലിവ് മല, യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പറഞ്ഞ കെപ്പോസ് എന്ന് പറഞ്ഞാൽ തോട്ടം, അല്ലേ? യോഹന്നാൻ്റെ സുവിശേഷം 18:1 വായിക്കുന്നത് അവിടെ ഒരു തോട്ടമുണ്ടായിരുന്നു. അപ്പോൾ 1-2 മാസങ്ങൾക്ക് മുൻപ് ഇലകൾ പൊഴിഞ്ഞ ഒരു ഒലിവ് തോട്ടമാണത്. അപ്പം ഇങ്ങനെ വ്യത്യസ്തത വരുന്നത് എന്താ? കാരണം ഇത് ഡിബേറ്റ് ചെയ്യുന്ന ആളുകളും വേദപുസ്തകത്തിൽ സംശയം ഉന്നയിക്കുന്ന ആളുകളൊക്കെ ഇത് തിരിച്ചു ചോദിക്കുക, അതിനാ ഈ സുവിശേഷങ്ങളിൽ ഇതെല്ലാം വ്യത്യസ്തമായി എഴുതിയിരിക്കുന്നത്. ഞാൻ അതിന് ഉത്തരം നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ രേഖപ്പെടുത്തുന്നതിനാണ് യൂഫേമിസം എന്ന് പറയുന്നത്. ഞാൻ അതിൻ്റെ അർത്ഥം പറഞ്ഞിട്ടുണ്ടോ? ഓക്കെ പറഞ്ഞു. എന്തോ? പൊതിഞ്ഞു പറയുക. റൈറ്റ്, പറഞ്ഞിട്ടുണ്ട്. യൂഫേമിസത്തിൻ്റെ സ്പെല്ലിങ് എഴുതുമ്പോൾ EU എന്ന് എഴുതണേ. EU അവിടെ EU എന്നാണ് തുടക്കം. EUPHEMISM. യൂഫേമിസം. ഞങ്ങളത് ഗൂഗിളിൽ അടിച്ചാൽ ആ വാക്ക് കിട്ടും. യൂഫേമിസം. ഒന്നുകൂടെ പറയുന്നത്, വേദപുസ്തകത്തിലെ 70% വാക്കുകളും യൂഫേമിസമാണ്. എന്ന് പറഞ്ഞാൽ പൊതിഞ്ഞു പറയുക. അപ്പം ഒരു കൾച്ചറിൽ നിന്ന് മറ്റൊരു കൾച്ചറിലേക്ക്, ഒരു ഭാഷയിൽ നിന്ന് മറ്റൊരു ഭാഷയിലേക്ക്, ഒരു ടൈം സോണിൽ നിന്ന് മറ്റൊരു ടൈം സോണിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒറിജിനാലിറ്റി പലപ്പോഴും പറയാൻ സാധ്യമല്ല. അത് യഥാർത്ഥ കാര്യം നമുക്ക് പറയാൻ കഴിയത്തില്ല. പറയാൻ കഴിയാതെ വരുമ്പോൾ നമ്മളതിനെ പൊതിഞ്ഞു പറയും. പിന്നെ എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ആർക്കെങ്കിലും ജോലി കിട്ടിയാൽ അവന് പണി കിട്ടി കേട്ടോ എന്നാണ് പറയുന്നത്. അവന് പണി കിട്ടി. എൻ്റെ ഉപ്പാപ്പന് അന്ന് സർക്കാർ ജോലി കിട്ടിയപ്പം, കളക്ടറിലെങ്ങാ എവിടെയോ ഒരു സർക്കാർ ജോലി കിട്ടിയപ്പം ഞങ്ങളുടെ ഇവിടെ എല്ലാം പറച്ചിലായിരുന്നു, ആ അച്ഛന് പണി കിട്ടി കേട്ടോ എന്ന് പറയുമായിരുന്നു. പക്ഷെ ഇപ്പം അങ്ങനെ പറയുമോ? ഇപ്പം അങ്ങനെ പറയത്തില്ല. കാരണം ഈ ഓരോ സമയങ്ങൾ മാറുമ്പോൾ പറയുന്ന വാക്കുകൾക്ക് മാറ്റം വരും. പണ്ട് നമ്മൾ പിന്നോക്കം എന്ന വാക്ക് പറയുമായിരുന്നു, പിന്നോക്കം. പക്ഷെ ഇപ്പം അങ്ങനെയല്ല പറയുന്നത്, പിന്നാക്കം എന്നാണ് പറയുന്നത്. അപ്പം കാലങ്ങൾ മാറുമ്പോൾ, സംസ്കാരം മാറുമ്പോൾ വാക്കുകളുടെ ഉപയോഗത്തിന് മാറ്റം വരും, പൊതിഞ്ഞു പറയേണ്ടതായിട്ട് വരും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഉദാഹരണം പറഞ്ഞതുകൊണ്ട് അതിലേക്ക് ദീർഘമായി പോകുന്നില്ല. അപ്പോൾ ഇവിടെ സുവിശേഷങ്ങളുടെ ഈ ഓഡിയൻസ് വ്യത്യാസമുണ്ട്. മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ ഇവരുടെ ഓഡിയൻസ് വ്യത്യാസമായതുകൊണ്ട് ആ ഓഡിയൻസിനെ മനസ്സിൽ കണ്ടുകൊണ്ടാണ് എഴുത്തുകാർ വാക്കുകൾ പറയുന്നത്. അതുകൊണ്ട് ആ വാക്കുകൾക്ക് വ്യത്യാസമുണ്ട്. അപ്പം അതുകൊണ്ടാണ് വ്യത്യസ്തമായ പേര് പറയുന്നത്. മൗണ്ട് ഓഫ് ഒലിവ്സ്, ദാറ്റ്സ് എ പ്രെയർ ഓഫ് സബ്മിഷൻ. അത് പ്രെയർ ഓഫ് സബ്മിഷൻ എന്നാണ് ആ പ്രാർത്ഥനയുടെ തലക്കെട്ട്. അതുകൊണ്ടാണ് 22:42
Father, if you are willing, take this cup from me, yet not my will, but yours be done. എൻ്റെ ഇഷ്ടമല്ല, നിൻ്റെ ഇഷ്ടം തന്നെ പൂർത്തീകരിക്കണമെന്ന് പറയുന്ന ഒരു സബ്മിഷൻ, കീഴടങ്ങൽ, വിധേയപ്പെടുത്തുന്ന ഒരു പ്രാർത്ഥനയാണ് നമ്മൾക്കവിടെ കാണാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് ആ പ്രാർത്ഥനയുടെ അഡ്രസ് ഫാദർ, ഒരുപക്ഷെ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതായിരിക്കും, ആവർത്തിക്കുകയാണ്. ആ പ്രാർത്ഥനയുടെ അഡ്രസ് ആരെയാണ് അഡ്രസ്സ് ചെയ്യുന്നത്? ഫാദർ. ആ പ്രാർത്ഥനയുടെ കണ്ടീഷൻ എന്താണ്? ഇഫ് യു ആർ വില്ലിങ്. ആ പ്രാർത്ഥനയുടെ പെറ്റീഷൻ എന്താണ്? ടേക്ക് ദിസ് കപ്പ് ഫ്രം മീ. അവിടുത്തെ സബ്മിഷൻ എന്താണ്? യെറ്റ് നോട്ട് മൈ വിൽ ബട്ട് യുവേഴ്സ് ബി ഡൺ. അതാണ് യേശുക്രിസ്തുവിൻ്റെ അവസാന പ്രാർത്ഥനയിൽ തൻ്റെ മനുഷ്യത്വവും ദൈവത്വവും കൂടെ ഇടകലരുന്ന പ്രാർത്ഥന. തൻ്റെ മനുഷ്യത്വത്തിൽ നിന്നുകൊണ്ട് ഈ കപ്പ് നീങ്ങിപ്പോകണമെന്ന് പറയുകയും തൻ്റെ ദൈവത്വത്തിൽ നിന്നുകൊണ്ട് മാനവജാതിയുടെ രക്ഷയ്ക്ക് വേണ്ടി കീഴ്പ്പെടുകയും ചെയ്യുന്ന, പിതാവിൻ്റെ ഇഷ്ടത്തിന് കീഴ്പ്പെടുന്ന ഒരു യേശുക്രിസ്തുവിനെ നമുക്കവിടെ കാണുവാൻ കഴിയും. അതാണ് ദ പ്രെയർ ഓഫ് സബ്മിഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ പ്രെയർ ദറ്റ് റെസിസ്റ്റ് ടെംപ്റ്റേഷൻ. 22:40 എഴുതിയിരിക്കുന്നു, ഓൺ റീച്ചിങ് ദറ്റ് പ്ലേസ് ഹി സെയ്ഡ് ടു ദം, പ്രേ ദാറ്റ് യു വിൽ നോട്ട് ഫോൾ ഇൻ ടു ടെംപ്റ്റേഷൻ. അപ്പം യേശുക്രിസ്തു പ്രാർത്ഥിക്കുമ്പോൾ ശിഷ്യന്മാരെ ോട് പറയുകയാണ്, പരീക്ഷയിൽ അകപ്പെടാതിരിപ്പാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പിൻ. സോ ദ പ്രെയർ, അവിടെ നമ്മൾ കാണുന്ന പ്രാർത്ഥന റെസിസ്റ്റ് ടെംപ്റ്റേഷൻ. പരീക്ഷയിൽ അകപ്പെടാതിരിക്കേണ്ടതിനുള്ള ഒരു പ്രാർത്ഥന നമുക്കവിടെ കാണാനായിട്ട് കഴിയും. സോ കർത്താവായ യേശുക്രിസ്തുവോട് പ്രാർത്ഥിക്കുകയാണ്. സോ ഹി സ്ട്രെങ്തൻഡ് ബൈ അൻ ഏഞ്ചൽ. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ ദൂതൻ അടുത്ത് വരികയും തന്നെ ബലപ്പെടുത്തുകയും ചെയ്യുന്നു. തൻ്റെ രക്തം വിയർപ്പുതുള്ളി പോലെ വീഴുന്നു. 22:44. ഇങ്ങനെ യേശുക്രിസ്തു പറയുകയാണ്. ഈ ഗത്സമന എന്ന വാക്ക്, ഈ ഗാഗുൽത്ത, ഗോൽഗോത്ത എന്നൊക്കെ പറയുന്ന വാക്കുകളുടെ വ്യത്യാസങ്ങൾ വളരെ, അതിൻ്റെ വാക്കുകൾ പഠിക്കുമ്പോഴേ അരാമിക് വേർഡാണത്. ഈ ഗാൽഗൂത്ത എന്നൊക്കെ പറയുന്ന ഗാൽഗൂത്ത, നമ്മൾ പാട്ടിലൊക്കെ ഗാൽഗൂത്ത മല എന്നാണ് കേൾക്കുന്നത്. അത് അരാമിക് വേർഡാണ്. അപ്പോൾ ഈ ഗലീലയിലും അതുപോലെ തന്നെ അരാമിക് പറയുന്ന ആളുകളുടെ ഇടയിലുമൊക്കെ ഖർഖാപ്ത എന്ന് പറയുന്നൊരു വേർഡുണ്ടായിരുന്നു. ഖർഖാപ്ത എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഗാൽഗൂത്ത എന്നൊരു വേർഡ് വരുന്നത്. അപ്പോൾ കുറേ വാക്കുകൾ ഈ പ്രാർത്ഥനയോട് ബന്ധത്തിൽ അതിൻ്റെ പശ്ചാത്തലമായി മനസ്സിലാക്കണം. ഗത്സമനെ മനസ്സിലാക്കുക, അതുപോലെ തന്നെ കിദ്രോൻ മനസ്സിലാക്കണം, ഗോൽഗോത്ത അല്ലെങ്കിൽ ഗാൽഗൂത്ത എന്ന് പറയുന്ന വാക്കുകൾ മനസ്സിലാക്കണം. അതിൻ്റെ പശ്ചാത്തലം കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ അല്പം പറഞ്ഞു എന്നാണ് എൻ്റെ തോന്നൽ. കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥിക്കുകയാണ്. അതിപ്പം ഈ മർക്കോസിൻ്റെ മാളിക മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നു. 2 പുസ്തകങ്ങൾ ഞാൻ പറയാം കേട്ടോ, അപ്പോൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് പ്രയോജനപ്പെടും. ഫിലിയോ ജൂഡിയസ് അലക്സാണ്ടർ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരനുണ്ട്, ഹിസ്റ്റോറിയനാണ്. ഫിലിയോ ജൂഡിയസ് അലക്സാണ്ടർ കർത്താവായ യേശുക്രിസ്തുവിന് 20 വർഷം മുമ്പ് ജനിക്കുകയും യേശുക്രിസ്തുവിൻ്റെ മരണശേഷം 30 വർഷം കൂടെ ജീവിച്ചിരുന്ന ഒരാളാണ് ഈ ഫിലിയോ ജൂഡിയസ് അലക്സാണ്ടർ. ഇതൊരു യഹൂദനായിരുന്നു. അദ്ദേഹം അന്നത്തെ കാലത്തെ പാലസ് ഹിസ്റ്റോറിയൻ. അപ്പോൾ അദ്ദേഹത്തെ ഈ പാലസിലൊക്കെയുള്ള പാലസിനോട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചരിത്രപരമാക്കേണ്ടതിന് വേണ്ടി ഇദ്ദേഹത്തെയാണ് ആശ്രയിച്ചുകൊണ്ടിരുന്നത്. നല്ല എഴുത്തുകാരനാണ്. സുവിശേഷങ്ങൾ എഴുതുന്നതിന് മുമ്പ് യേശുക്രിസ്തുവിനെക്കുറിച്ച് എഴുതിയ ഒരാളാണ് ഫിലിയോ ജൂഡിയസ് അലക്സാണ്ടർ. അപ്പം ഇത് വേദപുസ്തകത്തിലെ പുസ്തകങ്ങൾ കാനോനികമാക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ പുസ്തകം കൂടെ പരിശോധിച്ചെന്നാണ് പറയുന്നത്. കാനോനൈസേഷനിൽ ഇദ്ദേഹത്തിൻ്റെ ഈ ഫിലിയോ ജൂഡിയസ് അലക്സാണ്ടറിൻ്റെ പുസ്തകം കൂടെ വേദപുസ്തകത്തിൽ ഉൾപ്പെടാൻ പരിശോധിച്ചിരുന്നു. പക്ഷേ ഈ പാലസിലെ ഒത്തിരി കാര്യങ്ങൾ എക്സ്ട്രാ എഴുതിയിരിക്കുന്നത് കൊണ്ട്, ചരിത്രം വളരെ വിശദമായി എഴുതിയിരിക്കുന്നത് കൊണ്ട് നമ്മുടെ വേദപുസ്തകത്തിൽ അത് കാനോനികമായി ചേർത്തില്ല. കാനോനികമായി ചേർത്തിരുന്നെങ്കിൽ വേദപുസ്തകത്തോളം വലിപ്പമുള്ളൊരു ചരിത്ര പുസ്തകം കൂടെ ആകുമായിരുന്നു. അതുകൊണ്ട് ഫിലിയോ ജൂഡിയസ് അലക്സാണ്ടറിൻ്റെ പുസ്തകം, ചരിത്ര പുസ്തകം രേഖപ്പെടുത്തിയിട്ടില്ല, കാനോനൈസ് ചെയ്തില്ല. അപ്പം
സുവിശേഷങ്ങൾ രേഖപ്പെടുത്തുന്നതിന് മുൻപ് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് വളരെ വർഷങ്ങൾക്ക് ശേഷമാണ് സുവിശേഷങ്ങൾ എഴുതുന്നത്. പല ലേഖനങ്ങളും എഴുതപ്പെട്ടതിന് ശേഷമാണ് സുവിശേഷങ്ങൾ എഴുതുന്നത്. അപ്പം ഈ മനുഷ്യൻ എഴുതിയ ഈ പുസ്തകം വളരെ വളരെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ്. രണ്ടാമത്തെ ഒരു പുസ്തകമാണ് ഞാൻ പലപ്പോഴും പറയാറുള്ളത് ആൻറ്റിക്വിറ്റീസ് ഓഫ് ദ ജ്യൂസ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ആൻറ്റിക്വിറ്റീസ് ഓഫ് ജ്യൂസ്. അത് ജോസിഫസിൻ്റെ പുസ്തകമാണ്. റൈറ്റ്, ജോസിഫസ് എഴുതിയ ദ ആൻറ്റിക്വിറ്റീസ് ഓഫ് ജ്യൂസ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഈ രണ്ട് പുസ്തകങ്ങളൂടെ വായിച്ചാൽ യേശുക്രിസ്തുവിൻ്റെ ജീവിതവും അതുപോലെ തന്നെ അവസാന നാളുകളും ഇത് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വേദപുസ്തകത്തിൻ്റെ അകത്ത് കുറച്ച് ഭാഗങ്ങൾ എഴുതിയിട്ടുള്ളൂ. പക്ഷേ ഇവർ ഫിലിയോ ദൃക്സാക്ഷികളാണ്, ഐ വിറ്റ്നസ്സാണ്. യേശുക്രിസ്തുവിൻ്റെ പ്രാർത്ഥനയ്ക്കും യേശുക്രിസ്തുവിൻ്റെ വിസ്താരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തിൻ്റെയൊക്കെ ഐ വിറ്റ്നസ്സാണ് ഇവർ. അപ്പോൾ അതിൻ്റെ കറക്റ്റ് ചിത്രം പഴയ നിയമത്തിലെ വാക്യങ്ങൾ എടുത്തുദ്ധരിച്ചിട്ട് അവർ പറയുന്നു. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞാൽ, വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു, കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ യേശുവിനെ കൊണ്ടുപോകുന്നു. ഒന്ന് കേട്ടെ, കൊല്ലുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ. അതിൻ്റെ അർത്ഥം എന്നാണെന്നറിയാമോ? നമുക്കതിൻ്റെ ചിത്രം സുവിശേഷം യശയാപ്രവാചകൻ്റെ പുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കിട്ടത്തില്ല. പക്ഷേ ജോസിഫസ് എഴുതിയിരിക്കുന്നത് എന്തെന്നറിയാമോ? കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കഴുത്തിൽ ഒരു കയറ് കെട്ടിയിട്ട് ഒരാടിനെ കൊണ്ടുപോകുന്നത് പോലെ യേശുവിനെ കൊണ്ടുപോയി എന്നാണ്. അതിൻ്റെ കാരണം ആരും യേശുവിനെ തൊടത്തില്ല. യഹൂദന്മാരാരും യേശുവിനെ തൊടത്തില്ല. കാരണം യേശുക്രിസ്തുവിൻ്റെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റം ബ്ലാസ്ഫമിയാണ്, ദൈവദൂഷണമാണ്. ദൈവദൂഷണം ആരോപിക്കപ്പെട്ട് കുറ്റാരോപിതനായൊരു വ്യക്തിയെ പിന്നെ യഹൂദന്മാർ തൊടത്തില്ല. തൊടാത്തതിൻ്റെ രണ്ടാമത്തെ കാരണം പെസഹായിൽ അശുദ്ധനാകും. ഇങ്ങനെ പല കാരണങ്ങളാൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കഴുത്തിലൊരു കയറിട്ട് കെട്ടി വലിച്ചുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ തലയോടിടം എന്ന് പറയുന്ന സ്ഥലത്തേക്ക് കൊണ്ടുവന്നത്. അപ്പം അത് സുവിശേഷങ്ങൾ അത് എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ഇത്രമാത്രം വ്യക്തമായിട്ട് എഴുതിയിട്ടില്ല. രണ്ടാമത്തെ കാര്യം, യേശുക്രിസ്തു എടുത്തുകൊണ്ട് പോകുന്ന ക്രൂശ് സിംപ്ലക്സ് എന്ന് പറയുന്ന ഒരു ക്രോസാണ്. നമ്മളിന്ന് കാണുന്നത് പോലെ ഒരു ക്രോസ് അല്ല. നമ്മളിന്ന് കാണുന്നത് ടി സ്കെയിൽ പോലത്തെ ഒരു ക്രോസാണ്. ടി സ്കെയിൽ പോലെ ഇരിക്കുന്നത് അല്ലേ? അതിന് തിരശ്ചീനമായ ഭാഗമുണ്ട്, ലംബ ഭാഗമുണ്ട്. അപ്പോൾ അങ്ങനെ ഉണ്ട് ഒരു ക്രൂശ്. റോമൻസിന് 4 ക്രൂശാണ് ഉള്ളത്. 4 തരത്തിലുള്ള 4 രീതിയിലുള്ള ക്രോസാണ് യഹൂദന്മാർ റോമൻസ് സാധാരണ ഉപയോഗിക്കുന്നത്. അതിൻ്റെ അകത്ത് ഈ 4 ക്രൂശ് ഉണ്ടെങ്കിൽ പോലും അവിടെ കർത്താവിനെ ക്രൂശിക്കാൻ ഉപയോഗിക്കുന്ന ക്രൂസിന് റോമൻ ഭാഷയിൽ സിംപ്ലക്സ് എന്ന് പറയുന്ന ഒരു ക്രൂസാണ്. അതിന് തിരശ്ചീന ഭാഗം മാത്രമേ അവർ എടുത്തുകൊണ്ട് പോകുന്നുള്ളൂ. ഇങ്ങനെ തിരശ്ചീനമായ ഭാഗം, ഈ തിരശ്ചീനമായ ഭാഗം എടുത്തുകൊണ്ട് പോവുകയും ലംബമായിട്ടുള്ള ഭാഗം നേരത്തെ അവിടെ കുത്തിനാട്ടി നിർത്തുകയും ചെയ്യും. എന്നിട്ട് ഈ തിരശ്ചീനമായ ഭാഗം അത് സൈക്കോമോർ ട്രീ കൊണ്ടുള്ള ഒരു തടിയാണ്. സൈക്കോമോർ ട്രീ എന്താ പറയുക, ഒലിവുമരത്തിൻ്റെ ഒരു വലിയ കട്ടിയുള്ള ഭാഗമായി 150 പൗണ്ട് അതിന് ഭാരം ഉണ്ടാകും. 150 പൗണ്ട് ഭാരമുള്ള തിരശ്ചീനമായ ഒരു തടിക്കഷണം 2 കൈകളിലും വെച്ച് കെട്ടും. 2 കൈകളിലും തോളോടുകൂടെ ചേർത്ത് കെട്ടിയിട്ട് അതുകൊണ്ടാണ് യേശുക്രിസ്തു തലയോടിയിടമെന്ന ഭാഗത്തേക്ക് പോകുന്നത്. ആ റോഡിന് പറയുന്ന പേരാണ് ഡോൾ റോസ എന്ന് പറയുന്ന റോഡിൽ കൂടെയാണ് നടന്നു പോകുന്നത്. അപ്പം കർത്താവായ യേശുക്രിസ്തു പീലാത്തോസിൻ്റെ കൊട്ടാരത്തിൽ നിന്നാണ് ഇറങ്ങി വരുന്നത്. പീലാത്തോസിൻ്റെ കൊട്ടാരം. ഈ പീലാത്തോസിൻ്റെ കൊട്ടാരത്തെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഫോർട്ടോസ് അന്റോണിയ എന്ന ആ കൊട്ടാരത്തിൻ്റെ പേര് ഫോർട്ടോസ് അന്റോണിയ. ഈ ഫോർട്ടോസ് അന്റോണിയോയുടെ പ്ലറ്റോറിയം എന്ന് പറഞ്ഞാൽ എൻ്റെ വിശാലമായ മുറ്റം, അതിനാ നടുമുറ്റം എന്നൊക്കെ വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഈ ഫോർട്ടോസ് അന്റോണിയോയുടെ നടുമുറ്റം, ഈ നടുമുറ്റത്ത് യേശുവിനെ നിർത്തുകയും കൽത്തളത്തിൽ നിർത്തുകയും ഉയർന്ന സ്ഥലത്ത് പീലാത്തോസ് ഇരിക്കുകയും ചെയ്തിട്ട് വിധി പ്രസ്താവിച്ചിട്ട് ഫോർട്ടോസ് അന്റോണിയ എന്ന് പറയുന്ന കൊട്ടാരത്തിൽ നിന്നാണ് യേശുക്രിസ്തുവിനെ തലയോടിയിടം എന്ന ഭാഗത്തേക്ക് കൊണ്ടുപോകുന്നത്. 6 കോടതിയിലാണ് യേശുവിനെ വിസ്തരിക്കുന്നത്. 6 കോടതി, 3 സിവിൽ കോർട്ടും 3 റിലീജിയസ് കോർട്ടും. 3 സിവിൽ കോർട്ടും
എൻ്റെ അത് പഠിക്കേണ്ടതായ ഭാഗമാണ്. ഒരിക്കലും ക്രൈസ്റ്റോളജിയുടെ സബ്ജക്റ്റ് വല്ലതുമൊക്കെ നമുക്ക് പഠിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്കത് പഠിക്കാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. വളരെ പഠിക്കേണ്ടതായ ഒരു കാര്യമാകട്ടെ ഇത്. നമ്മൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തെക്കുറിച്ചൊക്കെ വിശദമായി പഠിച്ചാൽ നമുക്ക് എത്ര ശ്രേഷ്ഠമായ കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നറിയാമോ? 6 കോടതികളിലാണ് യേശുക്രിസ്തുവിനെ വിസ്തരിക്കുന്നത്. 3 റിലീജിയസ് കോർട്ട്, 3 സിവിൽ കോർട്ട്. 3 റിലീജിയസ് കോർട്ടെന്ന് പറഞ്ഞാൽ 1 കയ്യഫാവിൻ്റെ മതകോടതി, 2 ഹന്നാവിൻ്റെ മതകോടതി, 3 സന്നദ്രീൻ സംഘം. ഈ 3 കോടതിയിൽ യേശുക്രിസ്തുവിനെ വിസ്തരിച്ചു. ആദ്യം ഹന്നാവിൻ്റെ കോടതിയിൽ യേശുവിനെ കൊണ്ടുപോകുന്നു. അതൊരു വ്യക്തിപരമായ കോർട്ടായിരുന്നു. കാരണം അവരെവിടെ ഇരിക്കുന്നു, അതൊരു കോർട്ടാണ്. ആ നിലയിൽ ഹന്നാവിൻ്റെ അടുക്കലേക്ക് കർത്താവായ യേശുക്രിസ്തുവിനെ ആദ്യം കൊണ്ടുപോകുന്നു. അപ്പോൾ രാത്രിയിലാണ് കൊണ്ടുപോകുന്നത്. വൈകുന്നേരം പിടിച്ചിട്ട് ഹന്നാവിൻ്റെ കോടതിയിൽ തൻ്റെ അടുത്തൽ കൊണ്ടുപോകുന്നത് രാത്രിയിലാണ്. അത് സന്നദ്രീം സംഘത്തിൻ്റെയും മഹാപുരോഹിത നിയമത്തിനെയും എതിരാണ്. എന്നിട്ടും കർത്താവായ യേശുക്രിസ്തുവിനെ ആദ്യത്തെ ഫസ്റ്റ് റിലീജിയസ് ട്രയലിന് വേണ്ടി ഹന്നാവിൻ്റെ കോടതിയിലേക്ക് കൊണ്ടുപോകുന്നു. യോഹന്നാന്റെ സുവിശേഷം 18-ാം അധ്യായം 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ ആ ഭാഗം നമുക്കവിടെ കാണാൻ കഴിയും. അപ്പം ഈ ആരായി കയ്യഫാവെന്നറിയാമോ? ഹന്നാവിൻ്റെ അടുത്ത് ആദ്യം കൊണ്ടുവന്നു. ഹന്നാവ് ആരായി? ഹന്നാവ് ഒരു സ്റ്റേറ്റ്മെൻറ്റ്. ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ യേശുക്രിസ്തുവിനെ തൻ്റെ മുൻപിൽ കൊണ്ടുവരുന്നതിന് മുൻപ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് അദ്ദേഹം പറഞ്ഞു. ജനത്തിന് വേണ്ടി ഒരു മനുഷ്യൻ മരിക്കുന്നത് നന്ന് എന്ന് പറഞ്ഞ ആളാണ് ഹന്നാഫ്. അപ്പോൾ ഈ വിചാരണ നടക്കുന്നതിന് മുൻപ് വിധി പ്രസ്താവിച്ച മനുഷ്യനാണ് ഹന്നാവ്. ഈ മനുഷ്യൻ്റെ അടുക്ക കൊണ്ടുപോയ വല്ല നീതിയും കിട്ടുമോ? അല്ലേ? നമ്മുടെ എല്ലാം ക്രിസ്ത്യാനികളുടെ എല്ലാം കേസ് ഇന്നും ഇതുപോലെ. ഈ വിചാരണ നടത്തുന്നതിന് മുൻപ് വിധി പ്രസ്താവിച്ചു. അങ്ങനെ ഇരിക്കുന്ന ഒരാളിൻ്റെ അടുക്കലാണ് ഈ ആദ്യത്തെ വിചാരണയ്ക്ക് വേണ്ടി യേശുവിനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ അദ്ദേഹം വലിയ കൂടുതൽ ചോദ്യമൊന്നും ചോദിച്ചില്ല. ആ സമയത്ത് ചോദിച്ചത് യേശുവിനെക്കുറിച്ചും ശിഷ്യന്മാരെക്കുറിച്ചും ഉപദേശത്തെക്കുറിച്ചൊക്കെ ചോദിച്ചതിന് ശേഷം രണ്ടാമത്തെ കോടതിയായ കയ്യഫാവിൻ്റെ അടുക്കലേക്ക് അയക്കുന്നു. കയ്യഫാവാണ് ആ കാലത്തെ മഹാപുരോഹിതൻ. ഇപ്പോൾ രണ്ടുപേരും അമ്മായിയപ്പനും മരുമകനും. അപ്പം മരുമകൻ്റെ അടുക്കലേക്ക് അയക്കുക, കയ്യഫാവിൻ്റെ അടുക്കലേക്ക് വായിച്ചു. അത് മഹാപുരോഹിതൻ്റെ അരമന എന്നെഴുതിയിരിക്കുന്നത്. മത്തായി സുവിശേഷം 26-ാം അധ്യായം 57 മുതൽ 68 വരെയുള്ള വാക്യങ്ങളാണ് വായിക്കേണ്ടത്. മത്തായി സുവിശേഷം 26-ാം അധ്യായം 57 മുതൽ 68 വരെയുള്ള വാക്യങ്ങളിൽ ഈ കയ്യഫാവിൻ്റെ അടുക്കലുള്ള വിചാരണ എഴുതിയിട്ടുണ്ട്. മഹാപുരോഹിതൻ്റെ അരമനയാണ്. ആ അരമനയുടെ പേര് പാലേഷ്യസ് മാൻഷൻ എന്നാണ്. പാലേഷ്യസ് മാൻഷൻ നോട്ട് ചെയ്യാം. പാലേഷ്യസ് മാൻഷൻ അല്ലെങ്കിൽ ഹെറോഡിയൻ മാൻഷൻ എന്ന് പറയാം. ഹെരോദ് പണിയിപ്പിച്ചു കൊടുത്ത ഹെറോദിയൻ മാൻഷൻ അല്ലെങ്കിൽ പാലേഷ്യൻ മാൻഷൻ എന്ന് പറയുന്ന ഒരു വലിയ കൊട്ടാരമാണ്. ഇന്ന് ഈ യെരുശലേമിൽ എക്സ്കവേഷൻ നടത്തിയിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള ഏറ്റവും വലിയ കെട്ടിടം മഹാപുരോഹിതൻ്റെ അരമനയാണ്. അതാണ് അതിൻ്റെ വലിയ പ്രത്യേകത. 6500 സ്ക്വയർ ഫീറ്റ് ആ കെട്ടിടത്തിന് വിസ്താരമുണ്ട്. 6500 സ്ക്വയർ ഫീറ്റ്. ആ കെട്ടിടത്തിന് 2 നില കെട്ടിടത്തിൻ്റെ ഉയരം ഉണ്ടായിരുന്നു. 2 നില കെട്ടിടത്തിൻ്റെ ഉയരം. അപ്പോൾ അത്ര വലിയ ഒരു വലിയ അരമന, ഒരു വലിയ കൊട്ടാരം. മത്തായി സുവിശേഷം 26-57 അരമനയും തന്നെ എഴുതിയിട്ടുണ്ട്. ഇംഗ്ലീഷിൽ അതിന് പാലസ് എന്നാണ് പേര്. മഹാപുരോഹിതന്മാർ പാർത്തിരുന്ന അരമനകൾ കൊട്ടാര സദൃശ്യമായിരുന്നു. അന്ന് ഹെരോദിൻ്റെ ഒരു കൊട്ടാരം അവിടെ ഉണ്ട്, അരാബ എന്ന് പറയുന്ന പാലസ് അരാബ. ഈ ഹെരോദിൻ്റെ പാലസ് അരാബയേക്കാൾ മികച്ചു നിൽക്കുന്ന അരമനയായിരുന്നു മഹാപുരോഹിതന്മാരുടെ അരമന എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രതാപം അവിടെ കാണിക്കുന്നത്.
ഇവർ പ്രതാപശാലികളാണ്, പ്രതാപശാലികൾ, വലിയ പ്രതാപശാലികൾ. ഇന്ന് നിങ്ങൾ യെരുശലേമിൽ പോവുകയാണെങ്കിൽ ഈ കൊട്ടാരത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും നിങ്ങൾക്കവിടെ ഹർവ സ്ക്വയർ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്. യെരുശലേമിലൊക്കെ ഒന്ന് പോവുകയാണെങ്കിൽ ഈ പൈസയൊക്കെ ഇങ്ങനെ സൂക്ഷിച്ച് വെക്കാതെ വല്ലപ്പോഴും ഒക്കെ ഒന്ന് പോകണമെന്ന്. ഇതിങ്ങനെ പൈസ എല്ലാം ഇങ്ങനെ ജോലി ചെയ്ത് ഇങ്ങനെ കൂട്ടി വെക്കുക. ഈ മലയാളികൾ മക്കൾക്ക് വേണ്ടി, മക്കളുടെ വേണ്ടിയും കൂട്ടി വെക്കുക. ഇംഗ്ലീഷുകാരെയൊക്കെ നോക്കണം, അവർ 2 മാസം ജോലി ചെയ്താൽ 3-ാമത്തെ മാസം ഒരു ട്രിപ്പാണ്, ഒരു യാത്രയാണ്. സ്തോത്രം. ആരും ഒന്ന് ചിരിക്കുന്നു പോലുമില്ല. എൻ്റെ കാര്യമാണല്ലോ ഈ പാർഷ പറയുന്നതെന്നോർത്താ. നമ്മുടെ എബ്രഹാം തോമസ് പാഷൻ്റെ ഭാര്യ ഇസ്രായേലില്ല, ആ സഹോദരി അവിടെ എല്ലാം നടന്ന് കാണുന്നുണ്ടെന്ന് എൻ്റെ വിശ്വാസം. സ്തോത്രം. അവിടെ പറയണം, ഈ അവിടെ ഹക്കാറ സ്ട്രീറ്റ് എന്ന് പറയുന്ന സ്ട്രീറ്റുണ്ട്, ഹക്കാരീം സ്ട്രീറ്റ്. ഹക്കാരീം സ്ട്രീറ്റിലെ ആദ്യത്തെ കെട്ടിടം, അവിടെ എക്സ്കവേഷൻ നടത്തിയിട്ട് അവിടെ ഇട്ടിരിക്കുന്ന ആദ്യത്തെ കെട്ടിടം എന്ന് പറയുന്നത് ഈ മഹാപുരോഹിതൻ്റെ അരമനയാണ്. ഞാനത് പോയി കണ്ടിട്ടുണ്ട്. വളരെ വിശാലമാണ്. നമ്മൾ കണ്ടാൽ നമുക്കത് ഇപ്പം കണ്ടേച്ച് വന്നിട്ട് ഇങ്ങനൊന്നും പറഞ്ഞാൽ അത്രയും ഒക്കത്തെ ഒരു ചിത്രം പോലും നമുക്ക് കിട്ടത്തില്ല, ഒരു ചിത്രം പോലും കിട്ടത്തില്ല. സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും കൊത്തുപണി ചെയ്തുണ്ടാക്കിയ മുറികളും വാർപ്പുകളും മച്ചുകളും ഒക്കെയാണ് അവിടെ ഉള്ളത്. അത് അതിൻ്റെ കൊത്തുപണികളൊന്നും നമുക്ക് ഊഹിക്കാൻ പറ്റത്തില്ല. അത് ഭയങ്കരം ആർക്കിടെക്ചറൽ വർക്കുകൾ ചെയ്ത് അതിന് അവശിഷ്ടങ്ങൾ ഇന്നുണ്ടെന്ന് പറഞ്ഞാൽ പോലും അത് തന്നെ ഒരു വലിയ കാഴ്ചയാണ്. അവശിഷ്ടങ്ങളേ ഉള്ളൂ, എങ്കിലും അവശിഷ്ടങ്ങൾ പോലും വലിയൊരു കാഴ്ചയാണ്. അങ്ങനെയാണെങ്കിൽ അത് ആ നിർമ്മിതി ഇരുന്ന കാലത്ത് എത്രമാത്രം ശ്രേഷ്ഠമാണെന്ന് ഓർക്കണം. സ്തോത്രം. പക്ഷെ അതെല്ലാം നശിച്ചുപോയി. അത് ഈ പാലസ് അരബ, അപ്പോൾ അവിടുന്ന് ഈ പാലസ് അരാബ, അതുപോലെ തന്നെ ഫോർട്ടോസ് അന്റോണിയോ, പാലേഷ്യൻ മാൻഷൻ, ഇവിടെ എല്ലാമാണ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണത്തോട് ബന്ധപ്പെട്ട വിചാരണകൾ നടക്കുന്നത്. അപ്പോൾ 2ാമത്തെ വിചാരണ നടന്നത് കയ്യഫാവിൻ്റെ അടുക്കൽ. ഞാൻ ഓർഡർ അനുസരിച്ചല്ല, അത് ഓരോന്നോരോന്ന് പറയുക. 3ാമത് സന്നിധി സംഘമാണ് അവിടെ മൂന്നാമത്തെ ട്രയൽ നടക്കുന്നത് അവിടെയാണ്. 3rd റിലീജിയസ് ട്രയല് സൻഹദ്രീം സംഘമാണ്. അത് സന്നദ്രീം സംഘം എന്ന് പറഞ്ഞാൽ 72 പേരുള്ള ഒരു സമൂഹം, മഹാപുരോഹിതന്മാരും തിരഞ്ഞെടുക്കപ്പെട്ട ആളുകളും ചേർന്നിട്ടുള്ള ഒരു മതനീതിന്യായ കോടതി. അത് ആവർത്തന പുസ്തകം അനുസരിച്ചുള്ള ഒരു മതനീതിന്യായ കോടതിയാണ്. അപ്പോൾ മതനീതിന്യായ കോടതിക്ക് ഒരാളെ കുറ്റം വിധിക്കാനും ശിക്ഷ വിധിക്കാനും അധികാരമുണ്ട്. പക്ഷേ റോമൻ സാമ്രാജ്യത്തിന് കീഴിലായിരുന്നു അന്ന് യഹൂദന്മാർ. അതുകൊണ്ട് അല്ലെങ്കിൽ അവർ കല്ലെറിഞ്ഞു കൊല്ലുമായിരുന്നു. അപ്പം റോമൻ അധിനിവേശത്തിന് കീഴിലല്ലായിരുന്നെങ്കിൽ കല്ലെറിഞ്ഞു കൊന്നേനെ. പക്ഷേ റോമൻ സാമ്രാജ്യത്തിന് കീഴിലെന്ന് യഹൂദന്മാരിരുന്നതുകൊണ്ടാണ് റോമൻ നിയമപ്രകാരം യേശുക്രിസ്തുവിനെ ക്രൂശിച്ചത്. സ്തോത്രം. അപ്പം 3ാമത്തത് സന്നിധീം സംഘത്തിൻ്റെ അടുക്കൽ കൊണ്ടുപോയി വിചാരണ ചെയ്തു. ഈ 3 കോടതികളിലും യേശുക്രിസ്തു കുറ്റക്കാരനെന്ന് കണ്ടെത്തി. കുറ്റക്കാരനെന്ന് കണ്ടെത്തിയത്, അതിൻ്റെ വിശദാംശങ്ങൾ അത് വായിക്കുമ്പോൾ നമുക്ക് കിട്ടും. അവൻ ദൈവപുത്രൻ എന്ന് പറഞ്ഞു, അതുപോലെ തന്നെ ക്രിസ്തു എന്ന് പറഞ്ഞു, എന്ന് ദൈവദൂഷണം പറഞ്ഞു എന്നാണ് യേശുക്രിസ്തുവിൻ്റെ മേലുള്ള കുറ്റങ്ങൾ. ദൈവദൂഷണം പറഞ്ഞു, ബ്ലാസ്ഫമി, ദൈവദൂഷണം പറഞ്ഞ കുറ്റത്തിനാണ് യേശുവിനെ ശിക്ഷിക്കുന്നത്. പക്ഷേ മറ്റ് 3 സിവിൽ കോടതികളും യേശുക്രിസ്തു കുറ്റക്കാരനെന്ന് കണ്ടില്ല. 3 കോടതികൾ ഏതാ? ഒന്ന്, ഫസ്റ്റ് ട്രയൽ നടക്കുന്നത്, സിവിൽ കോർട്ട് ഫസ്റ്റ് ട്രയൽ നടക്കുന്നത് പീലാത്തോസിൻ്റെ കോടതിയിലാണ്. പീലാത്തോസിൻ്റെ കോടതി യോഹന്നാൻ്റെ സുവിശേഷം 18-ാം അധ്യായം 28 മുതൽ 38 വരെയുള്ള വാക്യങ്ങളിൽ നമ്മളത് വായിക്കുന്നുണ്ട്. പീലാത്തോസിൻ്റെ കോടതി. പീലാത്തോസിൻ്റെ കോടതിയിൽ യേശുക്രിസ്തുവിനെ 2 പ്രാവശ്യം വിസ്തരിച്ചു. ഏറ്റവും അവസാനത്തെ വിസ്താരവും ഏറ്റവും ആദ്യത്തെ വിസ്താരവും സിവിൽ കോർട്ടിൻ്റെ ഏറ്റവും ആദ്യത്തെ വിസ്താരവും 3ാമത്തെ വിസ്താരവും പീലാത്തോസിൻ്റെ കോടതിയിലാണെങ്കിൽ, ഇടയ്ക്കത്തെ കോടതിയാണ് ഹെരോദാവിൻ്റെ കോടതി. അപ്പം ഈ പീലാത്തോസ് യേശുക്രിസ്തുവിനെ കുറ്റക്കാരനെന്ന് കണ്ടില്ല. മറിച്ച്
കർത്താവായ യേശുക്രിസ്തു കുറ്റക്കാരനല്ല എന്ന് അദ്ദേഹം വിധിക്കുകയും ചെയ്തു. യേശുക്രിസ്തു കുറ്റക്കാരനല്ല എന്ന് വിധിച്ചു. അത് ഒരു പ്രാവശ്യമല്ല, 4 പ്രാവശ്യം വിധിച്ചു. 4 പ്രാവശ്യം പീലാത്തോസ് പറഞ്ഞത് ഇവൻ കുറ്റക്കാരനല്ല, ഇവനിലൊരു കുറ്റവും കാണുന്നില്ല എന്ന് 4 പ്രാവശ്യം പീലാത്തോസ് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ റെഫറൻസ് ഞാൻ പറയാം. യോഹന്നാൻ്റെ സുവിശേഷം 18:38 ആദ്യം പറഞ്ഞത്, ഐ ഫൈൻഡ് ഇൻ ഹിം നോ ഫോൾട്ട് അറ്റ് ഓൾ. പീലാത്തോസ് അവനോട് സത്യം എന്നാൽ എന്ത് എന്ന് പറഞ്ഞു. പിന്നെയും യഹൂദന്മാരുടെ അടുക്കൽ പുറത്തിയെന്ന് അവരോട്, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. ആദ്യത്തെ വിസ്താരത്തിൽ പീലാത്തോസ് പറഞ്ഞ കാര്യമാണ്, ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ല. ഇനി രണ്ടാമത് ലൂക്കോസിൻ്റെ സുവിശേഷം 23:14. 23:14 എഴുതിയിരിക്കുന്നു, ഒന്ന് വായിക്കാമോ? അവരോട് ഈ മനുഷ്യൻ, ലൂക്കോസ് 23:14, അവരോട് ഈ മനുഷ്യൻ ജനത്തെ മത്സരിപ്പിക്കുന്നു എന്ന് പറഞ്ഞു. നിങ്ങൾ അവനെ എന്റെ അടുക്കൽ കൊണ്ടുവന്നുവല്ലോ, ഞാനും നിങ്ങളുടെ മുമ്പാകെ വിസ്തരിച്ചിട്ടുണ്ട്. നിങ്ങൾ ചുമത്തിയ കുറ്റമൊന്നും ഇവനെ കണ്ടില്ല. നിങ്ങൾ ചുമത്തിയ കുറ്റം ഒന്നും അവനിൽ കണ്ടില്ല. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻ്റ് പീലാത്തോസിൻ്റെ. 3 യോഹന്നാൻ്റെ സുവിശേഷം 19:4 അവിടെ എഴുതിയിരിക്കുകയാണ്, പീലാത്തോസ് പിന്നെയും പുറത്തു വന്നു. ഞാൻ അവനിൽ ഒരു കുറ്റവും കാണുന്നില്ലെന്ന് പീലാത്തോസ് പിന്നെയും പറയുന്നു. 4:19 വായിച്ചേ. 19:6 മഹാപുരോഹിതന്മാരും അവനെ കണ്ടപ്പോൾ ക്രൂശിക്ക എന്ന് ആർത്തു വിളിച്ചു. പീലാത്തോസ് അവരോട്, നിങ്ങൾ അവനെ കൊണ്ടുപോയി ക്രൂശിപ്പിൻ, ഞാനോ അവനിൽ ഒരു കുറ്റം കാണുന്നില്ല. ഞാൻ അവനിൽ 4 പ്രാവശ്യമാ പീലാത്തോസ് പറയുന്നത് ഇവ കുറ്റക്കാരനല്ല, കുറ്റം കാണുന്നില്ല, ഞാൻ ഇത്രയെല്ലാം പരിശ്രമിച്ചിട്ടും കുറ്റം കാണുന്നില്ല എന്ന് ക്രോസ് ക്വസ്റ്റ്യൻസ് അവിടെ ചെയ്യുന്നുണ്ട്. അത് ഈ കോർട്ടിൻ്റെ അകത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്ന ഒരു രീതിയുണ്ട്, കോർട്ടിലെ ചോദിക്കുന്നത്. ആ രീതികളെല്ലാം എന്ന് പറഞ്ഞാൽ ഇവൻ കുറ്റക്കാരനാണോ എന്ന് വാക്കിൽ പിടിക്കാൻ വേണ്ടിയുള്ള തരത്തിലുള്ള ക്വസ്റ്റ്യൻ, കൺഫ്യൂസ്ഡ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസൊക്കെ ഈ പീലാത്തോസ് ചോദിച്ചിട്ടുണ്ട്. അത് നമ്മൾ വായിക്കുമ്പോൾ മനസ്സിലാവും. പക്ഷേ അവിടെ ഒന്നും ഒരു വാക്കിൽ ഒരറ്റം പോലും കിട്ടിയില്ല. റോമൻ കോർട്ടിൽ യേശുക്രിസ്തുവിനെ തിരിച്ചും മറിച്ചും ചോദ്യങ്ങൾ ചോദിച്ചിട്ടും യേശുക്രിസ്തു കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയില്ല. പക്ഷേ മതകോടതികളിൽ ചോദിച്ച ചോദ്യത്തിന് കൃത്യ ഉത്തരം പറഞ്ഞു. അതതിൻ്റെ പ്രത്യേകത. ഹെരോദിൻ്റെ അടുക്കൽ യേശുക്രിസ്തു മിണ്ടാതിരുന്നു. അത് മിണ്ടാതിരുന്ന കാര്യം എന്നാന്ന് ചോദിച്ചാൽ, പണ്ട് അദ്ദേഹത്തെ കുറുക്കനെന്ന് യേശു എന്ന് വിളിച്ചായിരുന്നു. കുറുക്കൻ, ആ കുറുക്കൻ്റെ മുമ്പിൽ നിൽക്കുമ്പോഴത്തേന് ഈ സിംഹം എന്നാ പറയാന്ന്. ഈ കാട്ടിലൊക്കെ ഈ സിംഹങ്ങൾ ചെല്ലുമ്പം കുറുക്കൻ ഓലിയിടും. അപ്പം സിംഹം എന്തോ മറുപടി പറയുന്നത് ഞാനങ്ങനെ ചിന്തിക്കുകയാണ്. ഹെരോദിൻ്റെ അടുക്കൽ യേശു ഒരു ഉത്തരവും പറയുന്നില്ല. ഹെരോദ് എന്ന് പറയുന്ന ആ വലിയ മനുഷ്യൻ രാജാവാണ്. പക്ഷേ ആ മനുഷ്യൻ്റെ അടുക്കൽ ഒരു ഉത്തരവും പറയാതെ യേശു പഞ്ചഭുജമടക്കി നിൽക്കുമ്പോൾ ഹെരോദ് അദ്ദേഹത്തെ അവോയ്ഡ് ചെയ്യുന്നു. അവിടെ പീലാത്തോസിൻ്റെ അടുക്കൽ വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തു കയ്യഫാവിൻ്റെ അടുക്കൽ വരുമ്പോൾ, മഹാപുരോഹിതൻ്റെ അടുക്കൽ വരുമ്പോൾ കർത്താവ് പറയേണ്ടത് മുഴുവൻ അവിടെ പറയുന്നു. മത്തായി സുവിശേഷം 26:62 വായിക്കുമ്പോൾ നമുക്ക് ആ വാക്യം അവിടെ വളരെ വ്യക്തമായിട്ട് കിടക്കുന്നുണ്ട്. നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങളത്. എസ്കറ്റോളജിയിലും ക്രൈസ്റ്റോളജിയിലും ഒക്കെ പഠിക്കേണ്ട കാര്യമാണ്. മത്തായി സുവിശേഷം 26:62 നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ എന്ന് മഹാപുരോഹിതൻ ചോദിക്കുന്നു, അല്ലേ? നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ? പറക, ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് നിന്നോട് ആണയിട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. ചോദ്യം 1, ആ ഒരൊറ്റ ചോദ്യത്തിന് 3 ഉത്തരം യേശു കൊടുത്തത്. ചെകിട്ടത്തടിക്കുന്ന പോലെ 3 ഉത്തരം. അത് മഹാപുരോഹിതന്മാരെ നമ്മളിന്ന് വായിക്കുന്ന പഴയ നിയമത്തിൻ്റെ കസ്റ്റോഡിയനാണ്.
അല്ലേ? പഴയ നിയമത്തിൻ്റെ കസ്റ്റോഡിയൻ, അത് വിവരിച്ച് പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ആളുകളാണ് മഹാപുരോഹിതന്മാർ. അപ്പോൾ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ഒരു ചോദ്യത്തിന് യേശു 3 ഉത്തരം പറഞ്ഞു. അതേതാ ഉത്തരം? 26:63. യേശു അവനോട് ഞാൻ ആകുന്നു എന്ന് പറഞ്ഞു. എസർ യഹയ്യ എസർ, അത് ഞാൻ ആകുന്നു എന്ന് യേശു പറഞ്ഞു. അത് യേശുവിന് മാത്രം പറയാൻ പറ്റുന്നൊരു വാക്കാണ് എസർ. അത് കർത്താവ് മഹാപുരോഹിതന് മുമ്പിൽ വെച്ച് പറഞ്ഞു, അതെ അത് ഞാനാണെന്ന് പറഞ്ഞു. ഒളിച്ചോടാനൊന്നും കർത്താവ് ശ്രമിച്ചില്ല. സ്പെയ്ഡ് എന്ന് പറയുന്ന ഇംഗ്ലീഷ് ഒരു വാക്കുണ്ട്. എന്ന് പറഞ്ഞാൽ നീ ചെയ്യുന്നത് വേഗത്തിൽ ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു വാക്ക്. സ്പെയ്ഡ് എന്ന് പറഞ്ഞാൽ മറച്ചു വെക്കാതെ ചെയ്യാനുള്ളതും പറയാനുള്ളതും മുഖത്തു നോക്കി പറയുക. അത് യേശുക്രിസ്തുവിനൊരു ശൈലിയായിരുന്നു. നോക്കുക, അപ്പം കർത്താവ് ഒന്നാമത് പറഞ്ഞ മറുപടി അണ്ടർലൈൻ ചെയ്തു, അത് ഞാൻ ആകുന്നു എന്ന് പറയുന്നു. 2, ഇനി മനുഷ്യപുത്രൻ സർവശക്തൻ്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നത് നീ കാണും എന്ന് മഹാപുരോഹിതനോട് യേശു പറഞ്ഞു. അത് എസ്കറ്റോളജിയാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പം നിൻ്റെ മുമ്പിൽ ഒരു മനുഷ്യനായിട്ട് നിൽക്കുന്നു, എൻ്റെ കന്നത്തടിച്ചു, അങ്ങയുടെ മുമ്പിൽ വെച്ച് നിങ്ങളുടെ ആളുകൾ എൻ്റെ കന്നത്തടിച്ചു, ഇങ്ങനെയാണോ ഉത്തരം പറയുന്നതെന്ന് ചോദിച്ചു. പക്ഷെ ഞാൻ ആരാണെന്നറിയാമോ? ഞാൻ മരിക്കും, അടക്കപ്പെടും, ഞാൻ മനുഷ്യപുത്രനാണ്, സർവശക്തനായ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്ത് ഞാൻ ഒരു ദിവസം ഇരിക്കുമെന്ന് മഹാപുരോഹിതനോട് യേശു മറുപടി പറഞ്ഞു. 3ാമത് പറഞ്ഞ മറുപടി എന്തെന്നറിയാമോ? ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും എന്നുത്തരം പറഞ്ഞു. സ്തോത്രം. യേശു തൻ്റെ അസ്തിത്വവും വ്യക്തിത്വവും അവിടെ വെച്ച് വെളിപ്പെടുത്തി. അതാണ് ഞാൻ ആകുന്നു എന്ന് പറഞ്ഞത്. തൻ്റെ പേഴ്സണാലിറ്റി, തൻ്റെ അസ്തിത്വവും വ്യക്തിത്വവും കർത്താവ് യേശുക്രിസ്തു അവിടെ വെച്ച് വെളിപ്പെടുത്തി. എനിക്കത് നല്ലപോലെ പറയാനായിട്ട് നല്ല സ്പിരിറ്റുണ്ട്, നല്ലപോലെ പറയാൻ വാക്കുകൾ വരും, സമയമില്ലാത്തതുകൊണ്ടാണ്. തൻ്റെ അസ്തിത്വവും വ്യക്തിത്വവും കർത്താവ് അവിടെ വെച്ച് വെളിപ്പെടുത്തി പറയാം, ഞാൻ ആകുന്നു എന്ന് പറഞ്ഞു. അല്ലേ? 2, അവൻ്റെ മഹിമാസനത്തിൻ്റെ വലത്ത് ഭാഗത്ത് നിൽക്കുമെന്നുള്ള പ്രാവചനിക ശബ്ദം കർത്താവ് യേശുക്രിസ്തു മഹാപുരോഹിതനോട് പറഞ്ഞു. 3, ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നത് കാണുമെന്നുള്ള ഭാവി പ്രത്യാശയും ഈ മഹാപുരോഹിതനോട് യേശു പറഞ്ഞു. ഒന്നും മറച്ചു വെച്ചില്ല. മഹാപുരോഹിതന്മാരോട് യേശുക്രിസ്തു ഇതെല്ലാം പറഞ്ഞു. എന്നിട്ടും അത് അവർക്ക് മനസ്സിലായോ മനസ്സിലായില്ലോ നമുക്ക് അറിഞ്ഞുകൂടാ. പ്രവചനം പൂർണ്ണമാകണമല്ലോ, വിശുദ്ധ തിരുവെഴുത്ത് പൂർണ്ണമാകണമല്ലോ. കർത്താവായ യേശുക്രിസ്തുവിനെ അവർ ക്രൂശിക്കുന്നു. സ്തോത്രം. അപ്പം 6 കോടതിയിൽ തിരിച്ചും മറിച്ചുമുള്ള വിസ്താരങ്ങൾ, 3 മതകോടതികളും 3 റോമൻ കോടതികളും കർത്താവായ യേശുക്രിസ്തുവിനെ വിസ്തരിക്കുന്ന കാഴ്ച നമുക്കവിടെ കാണാനായിട്ട് കഴിയും. കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിക്കുമ്പോൾ 4 എന്താ പറയുക ഫിനോമിനൽ അവിടെ സംഭവിക്കുന്നു. എന്തോ അങ്ങനെ വാക്ക് പറയാം, 4 പ്രത്യേക 4 ഫിനോമിനൽ എന്തോ റൈറ്റ് താങ്ക് യു 4 പ്രതിഭാസങ്ങൾ, 4 പ്രത്യേക പ്രതിഭാസങ്ങൾ അവിടെ സംഭവിക്കുന്നു. അതിനൊക്കെ നമുക്കറിയാം. അത് ഞാൻ ടൈറ്റിൽ പറഞ്ഞു പോവുകയാണ്, നമുക്കത് കൂടുതൽ പറയേണ്ട കാര്യമൊന്നുമില്ല. 4 പ്രതിഭാസങ്ങൾ. അപ്പം ഒരു കാര്യം കൂടെ പുറകോട്ടിറങ്ങി പറയേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. ഒന്ന്, ഈ കാര്യം യേശു മഹാപുരോഹിതൻ്റെ അടുക്കൽ നിന്ന് പറഞ്ഞപ്പോൾ മഹാപുരോഹിതൻ കുനിഞ്ഞ് വസ്ത്രം കീറിക്കളഞ്ഞു. അത് പറയാതെ പോയാൽ അത് പൂർണ്ണമാകത്തില്ല. മഹാപുരോഹിതൻ എന്ത് ചെയ്തു? 1500 വർഷമായി തുടർന്നു വരുന്ന മഹാപുരോഹിത വസ്ത്രം, അധികാരത്തിൻ്റെ വസ്ത്രം താൻ കീറിക്കളഞ്ഞു. സ്തോത്രം. മഹാപൗരോഹിത്യം അവിടെ തീർന്നു. പൗരോഹിത്യ ശുശ്രൂഷ അവിടം കൊണ്ട് തീർന്നു. സ്തോത്രം. മഹാപുരോഹിതൻ തൻ്റെ മുടി പിച്ചിപ്പറിക്കരുത്, മഹാപുരോഹിതൻ ശവത്തെ തൊടരുത്, മഹാപുരോഹിതൻ വസ്ത്രം കീറരുത്. ഈ നിയമങ്ങളൊക്കെ
ഇതൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ എന്ത് സംഭവിച്ചെന്നറിയാമോ? ഈ മഹാപുരോഹിതൻ തൻ്റെ വസ്ത്രം കീറിക്കളഞ്ഞു. സ്തോത്രം. അത് പ്രവചനത്തിൽ നമ്മൾ പഠിക്കേണ്ട കാര്യമാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം, ആ മഹാപൗരോഹിത്യത്തിൻ്റെ മുൻപിൽ ഈ മനുഷ്യൻ്റെ പൗരോഹിത്യം അത് താൻ തന്നെ അത് വലിച്ച് കീറിക്കളയുന്ന ഒരു കാഴ്ച നമുക്കവിടെ കാണാൻ കഴിയും. അത് പ്രത്യേകം എടുത്തു പറയേണ്ട കാര്യമാണ്. അതോടുകൂടെ യേശു മരിച്ചപ്പോൾ സംഭവിച്ച 4 അസാധാരണ സംഭവങ്ങളുണ്ട്. 4 അസാധാരണ സംഭവങ്ങൾ. പൗരോഹിത്യം എങ്ങനെ അവസാനിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു വരിക. 4 phenomenal events that happened when Jesus died. Number 1, the darkness. ഇരുട്ട് എങ്ങും വ്യാപിച്ചു. എപ്പോൾ? നട്ടുച്ചയ്ക്ക് 6 മണി നേരം മുതൽ 9 മണി നേരം വരെ ദേശത്തെല്ലാം ഇരുട്ടുണ്ടായി. സ്തോത്രം. സൂര്യൻ മുഖം പൊത്തിപ്പിടിച്ചു. പക്ഷികൾ പാടിയില്ല, ആടിയില്ല, ലാലില, ഇക്ഷിതി പോലും മരവിച്ച പോലെയായി. അങ്ങനെയാണ് കവി അതിനെക്കുറിച്ച് പാടുന്നത്. പക്ഷികൾ പാടിയില്ല, ആടിയില്ല, ലാലില, ഇക്ഷിതി പോലും മരവിച്ച പോലെയായി. ഡാർക്ക്നെസ്, ഇരുട്ട് വ്യാപിച്ചു. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. സൂര്യൻ പ്രകാശം കൊടുക്കുന്നത് നിർത്തിവെച്ചു. സ്തോത്രം. സൂര്യൻ പ്രകാശം കൊടുക്കുന്നത് നിർത്തിവയ്ക്കുന്നു. ദ ഡാർക്ക്നെസ്, ഇരുട്ട് എങ്ങും വ്യാപിച്ചു നിൽക്കുന്നു. 2, ദ കർട്ടൈൻ ഓഫ് ദ ടെമ്പിൾ. ദേവാലയത്തിലെ മന്ദിരത്തിലെ തിരശീല മേൽ തൊട്ടടിയോളം 2ആയി ചിന്തിപ്പോയി. മത്തായി സുവിശേഷം 27:51 എൻ്റെ തോന്നൽ. അപ്പോൾ ദ കർട്ടൈൻ ഓഫ് ദി സാങ്ച്വറി വാസ് ടോൺ ഇൻ 2 ഫ്രം ടോപ്പ് ടു ബോട്ടം. താഴേന്ന് മുകളിലോട്ടാണ് കീറിയിരുന്നെങ്കിൽ അത് മനുഷ്യർ കീറിയതാന്ന് പറയാമായിരുന്നു. പക്ഷേ ഇത് കീറിയ കൈ ഉയരത്തിലെ കൈയാണ്. മേളിൽ നിന്ന് താഴോട്ട് കീറിപ്പോയി. ഈ കർട്ടനെ കുറിച്ച് വേണമെങ്കിൽ ഒരു 3 മണിക്കൂർ പറയാൻ എൻ്റെ കയ്യിൽ സംഗതിയുണ്ട്. 3 കുതിരകളെ 2 ഭാഗത്തും നിർത്തി കെട്ടി വലിച്ച കീറുകയില്ലാത്ത കർട്ടനത്. ആ കർട്ടൻ അതിൻ്റെ ഒരു ഭാഗത്തേക്ക് 3 കുതിരകളെയും ഒരു ഭാഗത്തേക്ക് 3 കുതിരകളെയും നിർത്തി വലിച്ചാൽ കീറാത്ത കർട്ടനാണ് മന്ദിരത്തിൽ അന്ന് തൂക്കിയിട്ടിരിക്കുന്നത്. ഒരു മനുഷ്യ ശക്തി കൊണ്ടും മനുഷ്യൻ ഉണ്ടാക്കുന്ന ശക്തി കൊണ്ടും കീറാൻ കഴിയാത്ത തുന്നിച്ചേർത്തുണ്ടാക്കിയ ആ തുന്നലും അതിൻ്റെ നൂലുകളും ഒക്കെ പഠിക്കണം. സ്തോത്രം. അതിൻ്റെ കട്ടി ഇതൊക്കെ പഠിക്കണം. അതിൻ്റെ ഹൈറ്റ്, അതിൻ്റെ വെയിറ്റ്, ഇതെല്ലാം കൂടെ പഠിക്കുമ്പോൾ ഉലകത്തിൽ ഒരു ശക്തിക്കും കീറാൻ കഴിയാത്ത ഒരു തിരശീലയാണ്. അതൊരിക്കലും കീറുകയില്ലെന്ന് അവർ വിശ്വസിച്ചിരുന്ന തിരശീലയുമാണ്. ആ തിരശീല കീറിപ്പോയി. സ്തോത്രം. ആർക്കും അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശനം കർത്താവ് തന്നു. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഏത് സമയത്തും ധൈര്യത്തോടെ കൃപാസനത്തിൻ്റെ അടുക്കലേക്ക് കയറിച്ചു വരുവാനുള്ള ഭാഗ്യം കാൽവറി ക്രൂശിൽ കൂടെ കർത്താവ് നമുക്ക് ഒരുക്കി തന്നു. ഒരു സ്തോത്രം പറയാം. സ്തോത്രം. ഇരിക്കുന്ന ഇരിപ്പിൽ ഒരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആ മന്ദിരത്തിൻ്റെ തിരശ്ശീല കീറിപ്പോയി. 3, ദ എർത്ത് ക്വേക്ക്, അല്ലേ? ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു. 27:51. ഭൂമി കുലുങ്ങി. ഭൂമിക്ക് പാപഭാരം സഹിക്കാൻ കഴിയാതെ വണ്ണം ഭൂമി കുലുങ്ങുകയാണ്. മത്തനെ പോലെ ചാഞ്ചാടുന്നു. പാറകൾ പിളർന്നു. സ്തോത്രം. 27:52 വായിക്കുന്നു, ദ ഡെഡ് റേസ്ഡ്. മരിച്ച വിശുദ്ധന്മാർ കല്ലറകളെ വിട്ട് പുറത്തു വന്നു. എന്നിട്ട് യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം കല്ലറകളെ വിട്ടു. അത് ഇല്ലായിരുന്നെങ്കിൽ പ്രശ്നമായേനെ. അവിടെ എഴുതിയിരിക്കുന്നത് ഒന്ന് വായിച്ച സിസ്റ്ററെ. 27:52. മത്തായി സുവിശേഷം 27:52. ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു. നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റ്
അവന്റെ പുനരുദ്ധാനത്തിന്റെ ശേഷം കല്ലറകളെ വിട്ടു. നോക്കുക, വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും കണ്ടോ? അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തു ആദ്യഫലം എന്നുള്ള വാക്ക് തെറ്റിപ്പോയിന്, അത് എഴുതിയില്ലായിരുന്നെങ്കിൽ ആദ്യഫലമാവുകയില്ലായിരുന്നു. വിശുദ്ധന്മാർ കല്ലറകളെ വിട്ടു, പക്ഷെ പുനരുത്ഥാനം ചെയ്തില്ല. യേശുക്രിസ്തു പുനരുത്ഥാനം ചെയ്തതിന് ശേഷം അവർ പുനരുത്ഥാനം ചെയ്തു. സ്തോത്രം. അപ്പം ഉയർപ്പിനെക്കുറിച്ച് പണ്ട് നമ്മൾ പഠിച്ചപ്പം ഈ കാര്യം പഠിച്ചതാ. നിങ്ങൾ ഓർക്കാത്തതുകൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എനിക്കൊന്നുകൂടെ പറയാൻ പറ്റിയല്ലോ. എത്ര ഉയർപ്പ് പറഞ്ഞു? അത് വേണ്ട, പോയി നമുക്ക് പോവാം. അപ്പം 4 ഫിനോമിനൽ ഈവൻറ്റ്സ് ദാറ്റ് ഹാപ്പൻഡ് അറ്റ് ദ ടൈം ഓഫ് ജീസസ് ക്രൂസിഫിക്കേഷൻ. ക്രൂശീകരണത്തിന് ആ ക്രൂശിൻ്റെ ചുവട്ടിൽ എത്ര ഗ്രൂപ്പ് ആളുകളാണ് നിന്നതെന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. ദ വുമൺ, അൺനെയിംഡ് വുമൺ എഴുതിയിട്ടുണ്ട്. അൺനെയിംഡ് വുമൺ, പേരില്ലാത്ത കുറച്ച് സ്ത്രീകൾ. യേശുക്രിസ്തുവിൻ്റെ അമ്മ മറിയ, മേരി ഓഫ് ക്ലയോപ്പ, മേരി മാഗ്ദലനി, അവരെല്ലാം ക്രൂശിൻ്റെ ചുവട്ടിൽ നിൽപ്പുണ്ട്. റോമൻ സോൾജിയേഴ്സ്, 2 criminals ലെഫ്റ്റ് ആൻഡ് റൈറ്റ്, ആൻഡ് ദ റോമൻ സെഞ്ചൂറിയൻ വാസ് ദെയർ. Chief priest and the Jewish leaders were there, and the multitudes and the disciples were there. നോക്കുക, സമൂഹത്തിൻ്റെ സകല പ്രതിനിധികളും, മതത്തിൻ്റെ പ്രതിനിധികളും, രാഷ്ട്രീയത്തിൻ്റെ പ്രതിനിധികളും, ജുഡീഷ്യറിയുടെ പ്രതിനിധികളും, എക്സിക്യൂട്ടീവ്സിൻ്റെ പ്രതിനിധികളും നോക്കി നിൽക്കുമ്പോഴാണ് യേശു കാൽവറിയിൽ മരിക്കുന്നത്. സ്തോത്രം. ഇത് രഹസ്യമായൊരു മരണമല്ല. ലോകവും നോക്കി നിൽക്കെ യേശു കാൽവറി ക്രൂശിൽ മരിക്കുകയാണ്. 30-ലധികം ഉപകരണങ്ങൾ കൊണ്ടാണ് യേശുവിനെ ക്രൂശിക്കുന്നത്. അതിൻ്റെ ലിസ്റ്റ് വേണേൽ ആർക്കെങ്കിലും വേണേൽ തരാം. 30 ഇൻസ്ട്രുമെൻറ്റ്സ് ദാറ്റ് ഇൻക്ലൂഡഡ് ഇൻ ജീസസ് ക്രൂസിഫിക്കേഷൻ. അത് ഓരോന്നും വിവരിച്ച് പഠിക്കണം. കർത്താവായ യേശുക്രിസ്തുവിനെ അടിക്കുന്ന ചാട്ടവാറ്, ജർമ്മൻ നോട്ട്സ് എന്ന് പറയും, ജർമ്മൻ നോട്ട്സ്. അത് വെച്ചിട്ട് ഗ്ലാഡിറ്റർ എന്ന് പറയുന്ന ആളുകളാണ് ഇത് അടിക്കുന്നത്, അവർ യേശുവിനെ അടിക്കുന്നത്. ഇതെല്ലാം 30-ലധികം ഉപകരണങ്ങൾ വെച്ച് കർത്താവായ യേശുക്രിസ്തുവിനെ കാൽവറി ക്രൂശിൽ ക്രൂശിക്കുന്നു. സ്തോത്രം. അപ്പം ഗെത്സമനത്തോട്ടത്തിലെ പ്രാർത്ഥന കഴിഞ്ഞിട്ട് കർത്താവായ യേശുക്രിസ്തു പിന്നീട് 3 പ്രാർത്ഥനകളാണ് പ്രാർത്ഥിക്കുന്നത്. അത് കാൽവറി ക്രൂശിൽ വെച്ചാണ്. ഗെത്സമനയിൽ വെച്ച് കർത്താവായ യേശുക്രിസ്തുവിനെ കയ്യാമം വഹിക്കുന്നു. കയ്യാമം വെച്ചതിന് ശേഷം കർത്താവായ യേശുക്രിസ്തുവിനെ ഗെത്സമന തോട്ടത്തിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്നിട്ട് കർത്താവായ യേശുക്രിസ്തു കാൽവറി ക്രൂശിൽ വെച്ച് എത്ര പ്രാർത്ഥന പ്രാർത്ഥിച്ചു പറഞ്ഞേ? മറക്കല്ലേ. 3 പ്രാർത്ഥന. ഗെത്സമന തോട്ടത്തിൽ വെച്ച് എത്ര പ്രാർത്ഥന പ്രാർത്ഥിച്ചു? 3 പ്രാർത്ഥന. ഗെത്സമന തോട്ടത്തിൽ വെച്ച് 3 പ്രാർത്ഥന. കാൽവറി ക്രൂശിൽ വെച്ച് എത്ര പ്രാർത്ഥന? 3 പ്രാർത്ഥന. അത് പ്രത്യേകം മറന്നു പോകരുത്. 3 prayers ഓൺ ദ ക്രോസ്. കാൽവറി ക്രൂശിൽ എത്ര മൊഴികളാണ് ഉള്ളത്? 7. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽവറി ക്രൂശിലെ 7 മൊഴികളിൽ 3 മൊഴികൾ പ്രാർത്ഥനകളാണ്. 3 മൊഴികൾ പ്രാർത്ഥനകളാണ്. ആദ്യത്തെ മൊഴി കർത്താവ് പറയുന്നത്, ഫാദർ forgive them for they know not what they do. അബ്ബാ സെലക് യത്തോൻ ലാ നമറു മഹോ പെഹലാലിൻ എന്നാണ് ആ വാക്ക്. അതിനൊന്നും തർജ്ജമ ചെയ്യാൻ പറ്റത്തില്ല. ആ വാക്കുകൾക്കൊന്നും തർജ്ജമ ചെയ്യാൻ പറ്റത്തില്ല. അബ്ബാ സലഖ് എന്നാ പറയുന്നത്. സലഖ്, എൻ്റെ അപ്പ. ഇവരെന്തായി കാണിച്ചു കൂട്ടുന്നത്? നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഇവരെന്തായി കാണിച്ചു കൂട്ടുന്നത്? എനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പാ, ഇവരോട് ഇത് കണക്കിടരുതേ എന്ന് യേശു പ്രാർത്ഥിച്ചു. സ്തോത്രം. അതാണ് ദ പ്രയർ ഓഫ് ഫോർഗീവ്നെസ്. ദ പ്രയർ ഓഫ് ഫോർഗീവ്നെസ്. ദ സെക്കൻഡ് പ്രയർ, ലൂക്ക് ചാപ്റ്റർ 23 വേഴ്സ് 42. ലൂക്ക് ചാപ്റ്റർ 23 വേഴ്സ് 42. ഞാൻ ഈ 7 മൊഴികളാണ് പറയുന്നത് കേട്ടോ. ആ 3 പ്രാർത്ഥനയല്ല, പറഞ്ഞു വരുമ്പോൾ ആ പ്രാർത്ഥന പറയാം. 2 അത് പറഞ്ഞപ്പോൾ അതുവഴി പറഞ്ഞു വന്നതാ. അത് പറയേണ്ട ഒരു സാഹചര്യം കൊണ്ട് തോന്നില്ലെങ്കിലും ഞാൻ പറയുക. ആമേൻ. ഐ സേ ടു യു ദിസ് ഡേ യു വിൽ ബി വിത്ത് മീ ഇൻ പാരഡൈസ്.
തന്നോടുകൂടെ ക്രൂശിച്ച ഒരു മനുഷ്യനോട് യേശു പറയുകയാണ്, ആമേൻ, ഐ സേ ടു യു ദിസ് ഡേ യു വിൽ ബി വിത്ത് മീ ഇൻ പാരഡൈസ്. ആമേൻ. അമർ അനാ ലഖോൺ യോമോ തിത്തിയു ഇമൂൽ ബിഫാട്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. നമ്മൾ മലയാളത്തിൽ അത് എഴുതിയിരിക്കുന്നത് നീ ഇന്ന് എന്നോടുകൂടെ പർദീസയിലിരിക്കുമെന്നാണ്. പക്ഷേ നീ എന്നോടുകൂടെ പർദീസയിലിരിക്കുമെന്ന് ഇന്ന് ഞാൻ നിന്നോട് പറയുമെന്നാ വാക്ക് കേട്ടോ, തെറ്റരുതേ. നീ എന്നോടുകൂടെ, കർത്താവ് അന്ന് പർദീസയിൽ പോയില്ലല്ലോ, അന്ന് പർദീസയിൽ പോയില്ല. കർത്താവ് മരിച്ചിട്ട് താഴോട്ടാണ് പോയെ, അല്ലേ? മരിച്ചിട്ട് താഴോട്ടാണ് പോയെ, അന്ന് പർദീസയിൽ പോയില്ല. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ വാക്ക് തെറ്റെന്ന് വരും. പക്ഷേ ഇത് എബ്രായ ഭാഷയിൽ എഴുതിയിരിക്കുന്നത് എന്നോടുകൂടെ പർദീസയിൽ ഇരിക്കുമെന്ന് ഇന്ന് ഞാൻ നിന്നോട് പറയുന്നു, ഇന്ന് ഞാൻ നിന്നോട് പറയുന്നു. ഓക്കെ, എനിവേ, ആ 7 മൊഴികളിൽ നമുക്ക് പ്രാർത്ഥനയിലേക്ക് മടങ്ങി വരാം. ദ സെക്കൻഡ് പ്രെയർ ഈസ് ദ സാൽവേഷൻ പ്രെയർ. ജീസസ് ഈസ് ഗിവിങ് എ സാൽവേഷൻ ടു എ മാൻ ഹു പ്രേഡ് ടു ഹിം. പ്രാർത്ഥിച്ച ഒരു മനുഷ്യൻ യേശു തൻ്റെ സാൽവേഷനെ കൊടുക്കുകയാണ്. അപ്പോൾ ക്രൂശിലെ ആദ്യത്തെ പ്രാർത്ഥന ലൂക്കോസ് 23:34, ലൂക്ക് 23:34 ആദ്യത്തെ പ്രാർത്ഥന, പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിക കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്ന് പറയുന്ന പ്രാർത്ഥനയാണ് ആദ്യത്തെ പ്രാർത്ഥന. ഗ്രീക്കിൽ അരാമിക് ഭാഷയിൽ അത് എഴുതിയിരിക്കുന്നത് അബ്ബാ ഷബോഖ് ലഖോൺ എന്നെഴുതിയിരിക്കുന്നത്. അബ്ബാ ഷബോഖ് ലഖോൺ. ഇവർ ഈ ചെയ്യുന്നത് അവരുടെ അറിവുകേട് കൊണ്ടാണ്, അവരുടെ തെറ്റുകൾ കൊണ്ടാണ്. അവരെന്താ ചെയ്യുന്നതെന്ന് അവർക്ക് തന്നെ അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ അവരോട് ക്ഷമിക്കുന്നു എന്നാണ് അരാമ്യ ഭാഷയിൽ. ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ക്ഷമിക്കുവാൻ അധികാരമുള്ളൊരു യേശുവിനെ നമുക്കിവിടെ കാണാൻ കഴിയും. രണ്ടാമത്തെ പ്രാർത്ഥന മത്തായി സുവിശേഷം 27:46, 27:46. അവിടെ എഴുതിയിരിക്കുകയാണ്, ജീസസ് ക്രൈഡ് ഔട്ട്, ഹി പ്രേഡ്, മൈ ഗോഡ്, മൈ ഗോഡ്, വൈ ഹാസ്റ്റ് ദൗ ഫോർസേക്കൺ മീ. നീ എന്നെ ഉപേക്ഷിച്ചതെന്ത്? അത് 22-ാം അധ്യായം, സങ്കീർത്തനം 22:1. സങ്കീർത്തനങ്ങൾ 22:1. യഹൂദന്മാർ തങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള സഹിച്ചുകൂടാത്ത വേദന വരുമ്പോൾ അവർ ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയാണ് അത്. 22:1, എലി എലി എലമ അസൗത്തനി എന്ന വാക്ക്. എലി എലി എലമ അസൗത്തനി എന്ന സ്തോത്രം. അപ്പോൾ അതാ കർത്താവ് കാൽവറി ക്രൂശിൽ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത്. മൂന്നാമത് കർത്താവ് പ്രാർത്ഥിക്കുകയാണ് 23:46, ലൂക്കോസ് 23:46. യേശു അത്യുച്ചത്തിൽ, പിതാവേ ഞാൻ എൻ്റെ ആത്മാവിനെ തൃക്കൈയിൽ ഏൽപ്പിക്കുന്നു എന്ന് നിലവിളിച്ച് പറഞ്ഞു. ഇത് പറഞ്ഞിട്ട് പ്രാണനെ വിട്ടു എന്നെഴുതിയിരിക്കുന്നു. ഫാദർ, ഇൻടു യുവർ ഹാൻഡ്സ് ഐ കമൻഡ് മൈ സ്പിരിറ്റ്. എൻ്റെ ആത്മാവിനെ നിൻ്റെ കയ്യിൽ ഞാൻ ഭരമേൽപ്പിക്കുന്നു. അബ്ബാ ബയാത്ക നഥാൻ അനാരുചി അനാരുചി. നീ എനിക്ക് തന്ന പ്രാണൻ, എനിക്ക് ജീവിക്കുവാൻ തന്ന പ്രാണനെ, അത് തന്ന ദൈവത്തിൻ്റെ തൃക്കൈയിലേക്ക് ഞാൻ തിരിച്ചേൽപ്പിക്കുന്നു എന്ന് പറയുന്നു. അനാരുചി, ഞാനത് മടക്കി ഏൽപ്പിക്കുകയാണ്. സ്തോത്രം. ഇത് പറഞ്ഞിട്ട് കർത്താവ് തൻ്റെ പ്രാണനെ വിടുകയാണ്. സ്തോത്രം. ഇതാണ് കാൽവറി ക്രൂശിലെ 3 പ്രാർത്ഥനകൾ. കാൽവറി ക്രൂശിലെ 3 പ്രാർത്ഥനകൾ. ഇനി 2 പ്രാർത്ഥനകളൂടെ ഉണ്ട്. എനിക്കത് പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല. ഞാനത് അടുത്ത ക്ലാസ്സിൽ അത് പറയാം. 2 പ്രാർത്ഥനകളൂടെ ഉണ്ട്.
അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സ്വർഗാരോഹണ പ്രാർത്ഥനയും കർത്താവായ യേശുക്രിസ്തു സ്വർഗത്തിലേക്ക് ചെന്നു കഴിഞ്ഞുള്ള പ്രാർത്ഥനയും അതിനുശേഷമായി എന്നും കർത്താവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥിച്ച കർത്താവ് ഇപ്പം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സ്തോത്രം. അവൻ ദൈവത്തിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാതം കഴിക്കുകയും ചെയ്യുന്നു. ജീവിതകാലം മുഴുവൻ പ്രാർത്ഥനയിൽ ചെലവഴിച്ച ഒരു കർത്താവിനെ അല്ലേ നമ്മളവിടെ കാണുന്നത്? ജീവിതകാലം മുഴുവൻ പ്രാർത്ഥനയിൽ നമുക്ക് വേണ്ടി ചെലവഴിച്ച ഒരു കർത്താവ്. വിശുദ്ധ തിരുവെഴുത്തിൽ നമ്മൾ കർത്താവിൻ്റെ വീട് എവിടാന്നൊന്നും കാണുന്നില്ല അല്ലേ? കർത്താവിൻ്റെ വീട് എവിടെ? നമുക്ക് എവിടെയെങ്കിലും പറയാമോ? കർത്താവിൻ്റെ അഡ്രസ്സ് എവിടെയെങ്കിലും, കർത്താവ് താമസിച്ച വീടിൻ്റെ അഡ്രസ്സ് ആർക്കെങ്കിലും ഒന്ന് പറയാമോ? കർത്താവ് താമസിച്ച വീടിൻ്റെ അഡ്രസ്സ് അത് എഴുതിയിട്ടില്ല. പക്ഷെ വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ ഈ കർത്താവ് ഒലിവുമലയിൽ പോയി പ്രാർത്ഥിക്കുന്നു എന്ന് എഴുതിയിട്ടുണ്ടല്ലോ, രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒലിവുമലയിൽ പോയി പ്രാർത്ഥിക്കുന്നു. പക്ഷെ അത് ഇംഗ്ലീഷ് വേദപുസ്തകത്തിൽ വായിച്ചാൽ കർത്താവ് യേശു ക്രിസ്തു ഒലിവുമലയിൽ ദിനംതോറും പോയി രാപാർത്തു എന്നാണ് ഇംഗ്ലീഷിലുള്ള ആ വാക്യം എഴുതിയിരിക്കുന്നത്. ദിനംതോറും ഒലിവുമലയിൽ പോയി പാർത്തു. ഞാൻ ആ വാക്യം ഒന്ന് നോക്കുകയാണ്. എൻ്റെ കയ്യിലുണ്ട് ആ വാക്യം. ഞാൻ ഇന്നത് വായിച്ചിരുന്നു. ഓക്കെ, വാക്യം കിട്ടുന്നില്ല. ഹി യൂസ്ഡ് ടു സ്റ്റേ ദറ്റ് മൗണ്ടൻ. ഒലിവുമലയിൽ പോയി എപ്പോഴും രാപാർക്കുകയാണ് കർത്താവ്. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. നാം എല്ലാവരും കർത്താവിൻ്റെ പ്രാർത്ഥനയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഈ ചിന്ത നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. നമുക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു കർത്താവിനെയാണ് നാം എപ്പോഴും തിരുവചനത്തിൽ കാണുന്നത്. മനുഷ്യവർഗത്തിന് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുക, മനുഷ്യവർഗത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുക. സ്തോത്രം. അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുക, അവരുടെ ദുഃഖങ്ങളിൽ അവരോട് കൂടെ ഇരിക്കുക. സ്തോത്രം. പ്രാർത്ഥന നിരതമായൊരു ജീവിതം. സ്തോത്രം. ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ, സ്നാനപ്പെടുമ്പോൾ പ്രാർത്ഥന ആരംഭിച്ചിട്ട് കാൽവറി ക്രൂശിൻ്റെ ഉന്നതങ്ങളിൽ മൂന്നാണികളിൽ മേൽ കിടക്കുമ്പോൾ വരെയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, മധ്യസ്ഥത അണച്ച് പ്രാർത്ഥിക്കുന്ന ഒരു വലിയ മനുഷ്യനെ, ഒരു വലിയ ദൈവത്തെ നാം കാണുകയാണ്. ഹല്ലേലൂയ. ചരിത്രത്തിലോ തിരുവെഴുത്തുകളിലോ മറ്റ് മതപുസ്തകങ്ങളിലോ ഒന്നും അന്വേഷിച്ചാൽ കാണാത്ത ഒരു വലിയ ദൈവത്തെയാണ് വിശുദ്ധ തിരുവെഴുത്തിൽ നമ്മൾ കാണുന്നത്. നമുക്ക് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഈ ദൈവത്തെ കണ്ടുമുട്ടുവാൻ ഭാഗ്യം ലഭിച്ച എത്രയോ വലിയ ഭാഗ്യമാണ്. ഹല്ലേലൂയ. ഈ ദൈവത്തെ കണ്ടുമുട്ടിയ എത്രയോ വലിയ ഭാഗ്യമാണ്. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവം. ഹല്ലേലൂയ. നമുക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കുന്ന ഒരു ദൈവം. ഒരു മിനിറ്റ് നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം, സ്തോത്രം. നമ്മുടെ താഴ്ചയിൽ നമ്മെ ഓർത്തവന്. ഹല്ലേലൂയ. നമ്മുടെ വേദനകളെ ചുമന്നവന്. സ്തോത്രം. നമ്മുടെ ദുഃഖങ്ങളെയും നെടുവീർപ്പുകളെയും തൻ്റെ തോളിൽ ഏറ്റുവാങ്ങിയവന്, തൻ്റെ അടിപ്പിണരുകളാൽ സൗഖ്യം നമുക്ക് നൽകി തന്നവന്, നമുക്ക് വേണ്ടി നിത്യത ഉളവാക്കുവാൻ സ്വർഗങ്ങളിലേക്ക് കയറിപ്പോയ കർത്താവ്, കാൽവറി ക്രൂശിൽ പോലും ക്ഷമയുടെ വക്താവായി മാറിയ ഒരു കർത്താവ്. സ്തോത്രം. 33 തിരുവയസ്സിലെ ചൂടുരക്തം നമുക്ക് വേണ്ടി ഒഴുകിത്തന്ന കർത്താവ്, തൻ്റെ രക്തത്തെ വിയർപ്പ് തുള്ളി പോലെ നമുക്ക് വേണ്ടി ഒഴിച്ച ആ കർത്താവ്, അവൻ നമുക്ക് വേണ്ടി പിതാവിൻ്റെ സന്നിധിയിൽ പക്ഷവാതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നൊരു കർത്താവ്. നമുക്ക് പ്രാർത്ഥിക്കാം. പക്ഷേ